ടു സാലി ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ മക്കളെ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിത്തൊക്കെ വെച്ച് അതിൽ നിന്നൊരു ചെടി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് അല്ലേ. വിത്ത് മുളച്ച് വന്നൊരു പുതിയ ചെടി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലേ. നമ്മളൊരു സാധനം നട്ട് അതിൽ നിന്നൊന്ന് വളർന്നു വന്നു പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പൊ വിത്ത് മുളയ്ക്കാന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? വളരെ ഈ കുറഞ്ഞ സമയം കൊണ്ട് മിസ് പറഞ്ഞുതരാം. ഒരു വിത്ത് മുളയ്ക്കുക പറയുമ്പോൾ അതിന് ഫസ്റ്റ് വരുന്നൊരു ഭാഗത്തിനെയാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ എന്ന് നമ്മൾ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് വരുന്ന മറ്റൊരു ഭാഗമാണ് ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിടൻ എന്ന് പറയുന്നത്. പിന്നെ ബീജശീർഷം, പ്ലുമ്യൂള്. ഈ 3 സാധനങ്ങളാണ് ആക്ച്വലി ഒരു വിത്ത് മുളയ്ക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സാധനങ്ങൾ. അപ്പൊ ഈ അടിയിലോട്ട് പോകുന്ന റൂട്ടായിട്ട് മാറുക എന്ന് വെച്ചാൽ ആദ്യം വേര് വേണ്ടടാ. വേര് വളരണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ബീജമൂലം റാഡിക്കൽ ഉള്ളത്. അപ്പൊ റാഡിക്കൽ റൂട്ട് രാര എന്ന് പഠിച്ചോ, രാര എന്ന് പഠിച്ചിരിക്കുക അല്ലെ. സിമ്പിൾ ആയിട്ട് റാഡിക്കൽ എന്ന് പറഞ്ഞാൽ റൂട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ പ്ലുമ്യൂൾ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നത്? വിത്തിൽ നിന്ന് പൊളിച്ച് മുകളിലോട്ട് വരുന്ന ഭാഗമാണ് പ്ലുമ്യൂൾ എന്ന് പറയുന്നത്. ഷൂട്ട് സിസ്റ്റമായിട്ട് മാറുന്നതാണ് പ്ലുമ്യൂൾ അല്ലെ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ മുകളിലോട്ട് നമ്മൾ കാണുന്ന ഭാഗമില്ലേടാ മക്കളെ, ഒരു വിത്ത് മുളച്ച് പുറത്തേക്ക് വരുന്ന ഭാഗമില്ലേ, അതാണ് പ്ലുമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷം. ശീർഷം എന്നൊക്കെ പറയുമ്പോൾ തലഭാഗമാണ്. അപ്പൊ തല എന്ന് പറയുമ്പോൾ നമ്മുടെ മുകൾ ഭാഗമല്ലേ, അങ്ങനെ ആലോചിക്കാം. സോ പ്ലുമ്യൂൾ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട്. പിന്നെ ഉള്ളത് അവർക്ക് ഞം ഫുഡ് കഴിക്കണ്ടേ, അവർ ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന ഫുഡിന് വേണ്ടിയിട്ടുള്ളതാണ് ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിടൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ റാഡിക്കൽ താഴത്തോട്ട് വരുന്ന റൂട്ട് സിസ്റ്റമായിട്ട് മാറുന്ന പോർഷനാണ് റാഡിക്കല്. മുകളിലുള്ളത് പ്ലുമ്യൂള്. വേണമെങ്കിൽ PR എന്ന് പഠിച്ചു വെച്ചോ. ഫസ്റ്റ് P പിന്നെ R, താഴെ R എന്നും പഠിച്ചു വെക്കാം. പിന്നെ കോട്ടിലിഡൻ ആണ് കണ്ടോ, ഈ പറഞ്ഞ പോലെ പ്രൈമറി ലീഫ് വിത്തിൻ ദ സീഡ്. അതേപോലെ ഫുഡ് ഫോർ പ്ലാന്റ്സ് അൺടിൽ ദ സീഡ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോ എ ലീഫ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോട്ടിലിഡൻ. വിത്ത് മുളച്ച് ഇല ഉണ്ടാവുന്നത് വരെ ചെടിക്കുള്ള ആഹാരം കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വളർന്ന് വലുതാവുന്ന വരെ അമ്മയല്ലേ നമുക്ക് ഫുഡൊക്കെ എന്ത് ചെയ്യുക, വായിലൊക്കെ വെച്ച് തരാനുള്ള. കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ വായിൽ ഇങ്ങനെ വെച്ച് കഴിക്കുക പറഞ്ഞിട്ട്, അതേപോലെ നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആ ഒരു വിത്തിന് വേണ്ടിയിട്ടുള്ള പോഷണങ്ങള് ന്യൂട്രീഷൻസ് ഒക്കെ കൊടുക്കുന്നത് കോട്ടിലിടൻ എന്ന് പറയുന്ന ബീജപത്രം എന്ന് പറയുന്ന സാധനമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കണ്ടേ, ഇത് മാത്രം പഠിച്ചാൽ പോരല്ലോ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനാണ് നമ്മുടെ പൃഥ്വി ബാച്ച് ഉള്ളത്. അപ്പൊ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് പൃഥ്വി ബാച്ചിലെ. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും കോണ്ടന്റ്സുകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ ഒരു വർഷം പഠിക്കാനുള്ളത് കംപ്ലീറ്റ് കാര്യമുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും ജോയിൻ ചെയ്യുക. വളരെ ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് 9995400800 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാ മക്കളും നമ്മുടെ പൃഥ്വി ബാച്ചിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അവിടെ കാണാം. ബൈ.